ബംഗളൂരു ചിന്നപ്പാളയത്ത് വീടിനുള്ളിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു കുട്ടി മരിച്ചു, 9 പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസാണ് ചേരുന്നത്. റഹീസ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എന്താണ് ആ സ്ഫോടനത്തിന് കാരണമായത് എന്നതിൽ വ്യക്തതയുണ്ടോ? ഈ പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? ഈ സ്ഫോടനത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാകുന്നില്ല. അത് പോലീസ് ഇപ്പോൾ അത് ഗൗരവമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. കാരണം ഒരു ഗ്യാസ് ലീക്കിലൂടെയാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് ആദ്യഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നത്. പക്ഷേ അതിലേക്ക് പൂർണ്ണമായിട്ടും എത്താൻ, അല്ലെങ്കിൽ അത് തന്നെയാണ് കാരണമെന്ന് സ്ഥിരീകരിക്കുന്നില്ല പോലീസ്. മറിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഇത് ആളുകൾ കൂടുതലായി തിങ്ങി നിറഞ്ഞു താമസിക്കുന്ന സ്ഥലമാണ്. ഇതിന് സമീപത്തായിട്ട് ഈ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ടാണ് പോലീസ് ഇക്കാര്യം ഇപ്പോൾ അന്വേഷിക്കുന്നത്. രാവിലെ ഏതാണ്ട് ഒരു 8:30 ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. വീടുകളൊക്കെയും അടുത്തടുത്തുള്ള ആളുകൾ തിങ്ങി നിറഞ്ഞു താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. അങ്ങനെ ഏതാണ്ട് 10 വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായി. ഇതിൽ തന്നെ 3 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ടെന്നാണ് അല്പസമയം മുൻപ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത്. മാത്രമല്ല, ഈ മരിച്ച കുട്ടി അതൊരു 8 വയസ്സുകാരനാണ്. മുബാറക്ക് എന്നാണ് ആ കുട്ടിയുടെ പേര്. ഈ കുട്ടിയുടെ സഹോദരിയും ഒപ്പം തന്നെ അമ്മയും ഉൾപ്പെടെ ഇപ്പോൾ ചികിത്സയിലാണ്. ഇവർക്ക് രണ്ടുപേർക്കും പരിക്ക് ഗുരുതരമാണെന്ന് പറയുന്നു. ഒരു മതിലിടിഞ്ഞ് ഇവരുടെ പുറത്തേക്ക് വീണാണ് ഈ കുട്ടിയും മരിച്ചത്, ഒപ്പം തന്നെ ഇവർക്ക് പരിക്കേറ്റത്. എന്തായാലും സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ എത്തിയിട്ടുണ്ട്. പോലീസിന്റെ വലിയ സംഘമുണ്ട്. ഉന്നതതല അന്വേഷണം തന്നെ വേണം എന്നുള്ളൊരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. മാത്രമല്ല, ഇതൊരു ഗ്യാസ് സിലിണ്ടർ എക്സ്പ്ലോഷൻ ആണ്, അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് മൂലമുണ്ടായ അപകടമാണ് എന്നതിന് ഒരു സ്ഥിരീകരണം കമ്മീഷണർ നൽകുന്നില്ല എന്നിരിക്കെ ഒരു ഗൗരവമായ അന്വേഷണം, ആഴത്തിലുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എന്തായാലും ആ സമയത്ത് ആളുകൾ അവിടെ കുറവായിരുന്നു എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. സമീപത്തെ ഗ്രൗണ്ടിലെ പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ പലരും പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അപകടത്തിൻ്റെ തോത് ആ അർത്ഥത്തിൽ വേണമെങ്കിൽ കുറഞ്ഞെന്ന് പറയാം. പക്ഷേ 10 വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ തകർന്ന വീടുകളുണ്ട്. ഇതുപോലെ തന്നെ 10 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരിൽ 2 പേരുടെ നില ഗുരുതരമായും തുടരുന്നുണ്ട്. എന്തായാലും അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആദ്യഘട്ടത്തിലാണ്. നിലവിൽ എന്തായാലും വൈകിട്ടോടുകൂടിയൊക്കെ ഇതിൻ്റെ ഒരു കൃത്യമായ കാരണം വ്യക്തമാകും. എന്താണ് പൊട്ടിത്തെറിച്ചതെന്ന് എങ്കിലും വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ. ക്രിസ്റ്റീന, മുഹമ്മദ് റഹീസാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്താണ് സ്ഫോടനമുണ്ടാക്കിയതെന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണ്ടിയിരിക്കുന്നു. അവിടെ ഫോറൻസിക് സംഘം പരിശോധന നടത്തുന്നുമുണ്ട്.